ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള വളരെയധികം മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ് എയിംസ് സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെ മറ്റ് പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ. കാരണം ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ മേഖലയെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെഡിക്കൽ മേഖലയിൽ MBBS മാത്രമല്ല നല്ല കോഴ്സ് ഉള്ളത്, നഴ്സിംഗ് ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റി കോഴ്സസ് ഇന്ന് നമുക്ക് BSc ലെവലിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ലോകത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയും. ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം, അതും എയിംസ് യൂണിവേഴ്സിറ്റികൾ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഇവരുടെ അണ്ടറിൽ വരുന്ന ഇന്ത്യയിലെ പബ്ലിക് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ആണ് എയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ എയിംസിൽ നമ്മളൊരു പ്രോഗ്രാം പഠിക്കുക എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇനി നമുക്ക് എയിംസിൻ്റെ അപ്പുറത്ത് ഇനി വേറൊരു സ്ഥാപനത്തിൽ നമുക്ക് മെഡിക്കൽ രംഗത്തുള്ള വിദ്യാഭ്യാസം നേടാനില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എയിംസിൽ ഒരുപാട് നീറ്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികളാണ് എയിംസിൽ കേരളത്തിൽ നിന്നും മലയാളി കുട്ടികൾ MBBS പോലുള്ള ഡിഗ്രികൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എയിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പറ്റുന്ന, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എയിംസിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടും. ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എയിംസ് ഏകദേശം 15ഓളം സ്ഥാപനങ്ങളിലായിട്ടാണ് പാരാമെഡിക്കൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് നിലവിൽ വന്നിട്ടില്ല, പക്ഷെ ഇതിൻ്റെ അഡ്മിഷൻ സെലക്ഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം UG പ്രോഗ്രാമുകൾ, അതായത് BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 8-ാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 7-ാം തീയതിയാണ്, 5 മണി വരെ. അപ്പോൾ 2 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ എയിംസിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷനും, 2 എന്ന് പറയുന്നത് ഒരു ജനറേഷൻ കോഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ കോഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബേസിക് രജിസ്ട്രേഷൻ ആണ്. ബേസിക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മെയ് 7-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഏപ്രിൽ 17-ാം തീയതി മുതൽ നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കോഡ് ജനറേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾ കോഡ്, അതായത് ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുക. അതെന്നുണ്ടെങ്കിൽ ഈ മാസം 17-ന് ശേഷം നിങ്ങൾ ബേസിക് രജിസ്ട്രേഷനും കോഡ് ജനറേഷനും ചെയ്തിട്ട് നിങ്ങൾ ഫൈനൽ ആപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയുന്നതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറിയിൽ പൊതുവേ വരുന്നത് 2000 rupees ആണ്. ഇനിയിപ്പോൾ SC ST കാറ്റഗറിയിലൊക്കെ വരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ 1600 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ പ്രോസ്പെക്ടസ് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എയിംസിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എയിംസിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം പെൺകുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ വളരെ മിനിമൽ ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ പാരാമെഡിക്സിനുള്ളൂ. അപ്പോൾ BSc അനസ്തീഷ്യ ടെക്നോളജി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc ഇൻ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc ഇൻ ഓർത്തോപീഡിക്സ് അസിസ്റ്റന്റ് ആൻഡ് പ്ലാസ്റ്റർ ടെക്നിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ടൈപ്പ്. ഇപ്പം BSc ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എയിംസിലുണ്ട്. അതുപോലെ തന്നെ BSc ഇൻ ഡെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതുപോലെ ഇപ്പം ബാച്ചുലർ ഓഫ് ECG ആൻഡ് എൻഡോകാർഡിയോഗ്രഫി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ബാച്ചുലർ ഓഫ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെ BSc ലെവലിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്, എയിംസിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാമും എയിംസിലുണ്ട്. അപ്പോൾ എയിംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 17ഓളം സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ് ആണ് 2024 പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് 1231 സീറ്റാണ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ ഒന്ന് നീറ്റ് എക്സാം എഴുതുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എയിംസിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എയിംസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോസ്പെക്ടസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. പ്രോസ്പെക്ടസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഇത്
ഇതുപോലത്തെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റ് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ മാനേജ്മെന്റ് സീറ്റുകളിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് സീറ്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തി തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.